അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സ്ട്രോബെറിയാണ് ഞാൻ ഈ കേക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ട്രോബെറിക്ക് പകരം മറ്റ് ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. ഈ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാട്ട് ഐ ഡു എന്ന യൂട്യൂബ് ചാനലാണ്. ഈ ചാനലിൻ്റെ പ്രീവിയസ് വീഡിയോ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്കായിരുന്നു. കാണാത്തവർ തീർച്ചയായും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ഒരു നാഷണൽ മ്യൂസിയം ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻ്റ് ആൻഡ് വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് സ്ട്രോബെറീസിൻ്റെ പ്യൂരി ഉണ്ടാക്കുകയാണ്. അപ്പം സ്ട്രോബെറീസിൻ്റെ പ്യൂരി ഉണ്ടാക്കാൻ നമുക്ക് സ്ട്രോബെറീസ് കട്ട് ചെയ്തെടുക്കാം. ഈ പ്യൂരി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിലും പിന്നെ ഒരു ടോപ്പിംഗ് ഉണ്ടാക്കുന്നതിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ സ്ട്രോബെറീസ് കട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രോബെറീസിൻ്റെ സെൻറ്റർ പോർഷന് കുറച്ച് നല്ല പീസസ് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഡെക്കറേറ്റിംഗ് പർപ്പസിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഇതുപോലത്തെ കുറച്ച് പീസസ് കേക്കിന് ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇതെൻ്റെ കേക്ക് ടിന്നിൻ്റെ ബേസാണ്. ഞാൻ ഇതുപോലെ പീസസ് കട്ട് ചെയ്ത് ഇതിന് ചുറ്റും എത്ര എണ്ണം വേണം എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പീസസാണ് സ്ട്രോബെറീസിൻ്റെ പ്യൂരി ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പോലെ പ്യൂരിയാക്കി എടുത്തതാണ് ഇനി ഇത് കാണുന്നത്. ഈ പ്യൂരി നമുക്കിനി മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ചെയ്യാം. ഇതിനായി നമുക്ക് 1.5 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. അതിനായി 3 വലിയ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്നതിനിടയിൽ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് അല്പം ചേർത്ത് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ എഗ്ഗിൻ്റെ മിക്സ്ചർ വോളിയം ഒന്ന് ഡബിളായി നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് മിക്സ്ചർ നല്ല പെർഫെക്റ്റ് ആൻഡ് ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറി എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 2 to 3 ഡ്രോപ്സ് ഊറ്റിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്കത് ബാച്ച് വൈസ് ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ട്രോബെറിയുടെ പ്യൂരിയിൽ നിന്ന് 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ എടുക്കാം. കേക്ക് ടിന് ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. ഒന്ന് ഗ്രീസ് ചെയ്ത് അടിയിൽ ബട്ടർ പേപ്പർ വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ സോസ് പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സോസ് പാനിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു വയർ റാക്ക് വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗ ടോപ്പിൽ വെക്കാം. ഇത് എയർ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. ഇതൊരു 40 മിനിറ്റ്സ് നേരമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിഡ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ വെച്ചൊന്ന് കുത്തി നോക്കാം. ഇവിടെ കാണാം നമുക്ക് ടൂത്ത് പിക്ക് ക്ലീൻ ആണ്. അപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്ന് മാറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് കേക്കിൻ്റെ മുകളിലെ ബൾജായിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ കേക്കിൻ്റെ 2 ലെയറും ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് നല്ലപോലെ നനച്ചെടുക്കാം. 2 ലെയേഴ്സും നല്ലപോലെ നനച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഈ കേക്കിലേക്ക് ഒരു സ്ട്രോബെറിൻ്റെ ജെല്ലി ടൈപ്പ് ലെയർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുണ്ടാക്കാൻ നമുക്ക് ഒരു സോസ് പാനിലേക്ക് ബാക്കിയുള്ള സ്ട്രോബെറിയുടെ പ്യൂരി ആഡ് ചെയ്യാം. ഇതൊരു 2 കപ്പ് പ്യൂരി ഉണ്ടാകും. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന സ്ട്രോബെറിയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ആഡ് ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതെല്ലാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ കോൺഫ്ലവർ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് തണുത്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിനുവേണ്ടി അതിന് യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് നമുക്ക് 1 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബൗളിലേക്ക് ഒരു 400 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വിപ്പിംഗ് ക്രീം നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് നേരത്തേക്ക് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷുഗർ കംപ്ലീറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അതിനായി നമ്മൾ യൂസ് ചെയ്ത കേക്ക് ടിൻ തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ താഴത്തെ ലെയർ കേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതായി നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കട്ട് ചെയ്ത് വെച്ച സ്ട്രോബെറി പീസസ് എടുത്ത് കേക്ക് ടിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ സ്ട്രോബെറി പീസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സൈസുള്ള സ്ട്രോബെറി പീസസ് ആണെങ്കിൽ മൊത്തത്തിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഫിൽ ചെയ്യാം. വിപ്പിംഗ് ക്രീം ഞാൻ സ്ട്രോബെറിൻ്റെ പകുതി ഹൈറ്റിലാണ് ഫിൽ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കേക്ക് ടിന്നിൻ്റെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലെയേഴ്സിൻ്റെയും വിഡ്ത്ത് കസ്റ്റമൈസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ഒരു ജെല്ലി ടൈപ്പ് ലെയറാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറിയുടെ ആ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ നെക്സ്റ്റ് ലെയർ ഇതിൻ്റെ മുകളിലേക്ക് പതിയെ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കേക്കിൻ്റെ ഫൈനൽ ലെയറും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള സ്ട്രോബെറി പീസസ് ആണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകളിലുള്ള വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഓവർനൈറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാണ്. ഇത് നല്ലപോലെ തണുപ്പിച്ചെടുത്താലാണ് നമ്മുടെ ജെല്ലി ലെയർ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു 9 hours ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇത് കേക്ക് ടീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് കേക്ക് ടീനിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ജെല്ലി ലെയർ പ്രോപ്പറായിട്ട് സെറ്റായാൽ മാത്രമാണ് നമുക്ക് ഈ കേക്ക് സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അതിന് നമ്മൾ നല്ലപോലെ റെഫ്രിജറേറ്റ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കേക്കിൻ്റെ സൈഡ്സ് കാണുന്നുണ്ടാകും. ഇത് പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഈ കേക്കിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാച്ച് വർക്ക് ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സ്ട്രോബെറി ജെല്ലി ലെയർ സെറ്റായിട്ടില്ലെങ്കിൽ കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ കംപ്ലീറ്റ് കേക്ക് ഡാമേജ് ആയി പോകും. സ്ട്രോബെറി ജെല്ലി ലെയർ സെറ്റായാൽ നമ്മുടെ കേക്ക് അടിപൊളിയായി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ
ഇത് കട്ട് ചെയ്ത പീസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ സ്ട്രോബെറിയുടെ ജെല്ലി ലെയർ കാണാം. ഇത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. സ്ട്രോബെറി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് ഒരു പീസിൽ എന്തായാലും നിർത്താൻ കഴിയില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണയെങ്കിലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. സോ അടുത്തത് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടായിരിക്കും വരുന്നത്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.